അസോസിയേഷൻ സെക്രട്ടറിമാരോ റെപ്രസെന്റേറ്റീവുമാരോ ഉടനെ സ്റ്റേജിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. വേണ്ടിയും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും നിലകൊള്ളുമെന്നും അതുപോലെ തന്നെ കോളേജിന്റെയും വിദ്യാർത്ഥികളുടെയും ഉന്നമനത്തിനു വേണ്ടിയും ഉത്തരവാദിത്തോടുകൂടിയും സത്യസന്ധതയോടും പ്രവർത്തിക്കുമെന്ന് നിങ്ങളെ സാക്ഷി നിർത്തി ദൈവത്തിന്റെ നാമധേയത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു. Vijayananda Master, Guru Master, Mr. Shrima, Lemon Teacher, Mrs. Karthik, Mr. Mustafa, Union Serenity, Marayu, in the പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, വിദ്യാർത്ഥി വളരെയധികം വൈകിയെങ്കിലും വളരെയധികം പ്രാധാന്യമുള്ള ഈ കർമ്മം കോളേജ് യൂണിയന്റെ ഇനോഗ്രേഷനും ഫൈനാൻസിന്റെ ഇനോഗ്രേഷനും ഇന്ന് നടത്താൻ തീരുമാനിച്ചതിന്റെ പിന്നിലുള്ള വൈകാനുണ്ടായ കാരണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നു. കണ്ണൂരിൽ എല്ലാവർക്കും അറിയാവുന്നു. നമ്മുടെ നഗരപിതാവ് മുൻ MLA ഭാസ്കരൻ, അദ്ദേഹത്തെ പറ്റി ഞാൻ എന്തെങ്കിലും നിങ്ങളോട് പറയുകയാണെങ്കിൽ താല്പര്യമോടുകൂടി ലഘുജീവിതം നയിക്കുന്ന, ഏത് പൊസിഷനിലിരുന്നാലും എവിടെയിരുന്നാലും ഏത് സ്ഥാനത്തിരുന്നാലും ആ ലളിത ജീവിതത്തിലൂടെ ഗാന്ധിയൻ മാർഗത്തിലൂടെ ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കണ്ണൂരിന്റെ ഭാസ്കരൻ, അദ്ദേഹത്തെ മുഖ്യ അതിഥിയായി ഇവിടെ കിട്ടി. ഞാൻ ഈ കോളേജിന്റെ പേരിൽ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ അദ്ദേഹത്തിന് സ്വാഗതം കൊടുക്കുന്നു. ഒരു മകൾ വ്യക്തിയാണ് സതീഷ് ചന്ദ്ര. കൂടാതെ നാടകരംഗങ്ങളിൽ അനവധി റേഡിയോ നാടകങ്ങൾ രചിക്കുകയും അത് അവതരിപ്പിക്കുകയും ചെയ്ത ഒരു മഹാനായ വ്യക്തിയാണ് സതീഷ് ചന്ദ്ര. അദ്ദേഹത്തെ നമ്മുടെ യൂണിയൻ ഇനോഗ്രേഷൻ നടത്തുന്നതിന് വേണ്ടി നമുക്ക് കിട്ടിയതിൽ നിങ്ങളോടൊപ്പം ഞാനും അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. അദ്ദേഹത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഈ കോളേജിന് വേണ്ടി ഞാൻ ആദ്യമായി സ്വാഗതം. അടുത്തത് നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വന്ന ഫൈൻ ആർട്സ് അസോസിയേഷൻ ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റ സമയത്തിന് തന്നെ ഇവിടെ എത്തിച്ചേരണം മിസ്റ്റർ രമേശ് നാരായണ. ഈയിടെ കണ്ണൂരിൽ അദ്ദേഹത്തിന്റെ പ്രാവീണ്യം, സംഗീതത്തിലുള്ള കഴിവ് നമുക്കെല്ലാവർക്കും പകർന്നു തന്നതിന് ശേഷം വളരെ റീസെന്റായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. മാത്രമല്ല നമ്മുടെ നാട്ടുകാരൻ കൂടിയാണ്. കൂത്തുപറമ്പ് സ്വദേശിയായ അദ്ദേഹമാണ്. അദ്ദേഹം സൂര്യ നൃത്ത സംഗീത കളി മൊത്തത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് മുഴുവൻ ആർദ്രമായി സ്വാഗതം. വേദിയിൽ പിന്നെ ഞാൻ സ്വാഗതം പറയേണ്ടത് നമ്മുടെ
പാരന്റ് ടീച്ചർ അസോസിയേഷന്റെ മിസ്റ്റർ വിജയനാഥൻ സാറാണ്, വൈസ് പ്രസിഡന്റ്. കഴിഞ്ഞ കുറച്ച് കാലഘട്ടമായി ഈ കോളേജിന്റെ സുഗമമായ നടത്തിപ്പിന് വീട്ടിലെ ചെയ്തിരുന്ന ആ നിർലോഭത്തിന്റെ സ്ഥിതി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഈ കോളേജിന്റെ എല്ലാ നല്ല കാര്യങ്ങൾക്കും, കുട്ടികളുടെ സുഖസൗകര്യങ്ങൾക്കും, അധ്യാപകർ അനധ്യാപകരുടെ മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടി വീട്ടിൽ ചെയ്യാവുന്നതിന്റെ പരമാവധി സഹായം ചെയ്തെന്ന് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ആ സംഘടനയുടെ വൈസ് പ്രസിഡന്റാണ് അദ്ദേഹം. നമ്മുടെ തന്നെ ഒരു ഭാഗമാണ്. എങ്കിലും ഒരു കർമ്മം എന്നുള്ള നിലയിൽ ഞാൻ അദ്ദേഹത്തെയും നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യും. ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് എന്റെ സഹപ്രവർത്തകരെയാണ്. ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ ഇരിക്കുന്ന ധ്രുവകുമാർ സാർ, രമണ ടീച്ചർ, ശ്രീനാഥ് സാർ, കാർത്തികേയൻ, ഇവരെല്ലാവരും ഇവിടെ ഉണ്ട്. ഈ എല്ലാം നമ്മുടെ കോളേജിന്റെ വർക്കായതുകൊണ്ടും അതിലത്തെ നിങ്ങളിൽ ഒരുവനായതുകൊണ്ടും അവർക്ക് പ്രത്യേകം സ്വാഗതം പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും മൊത്തമായി ഞാൻ അവർക്കെല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നെയുള്ളത് തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളാൽ തിരഞ്ഞെടുക്കപ്പെട്ട റെപ്രസെന്റേറ്റീവ്സാണ്. ഇത് അവരുടെ ഫംഗ്ഷനാണ്. അതുകൊണ്ട് എങ്കിലും എന്റെ കടമ എന്നുള്ള നിലയിൽ ഞാൻ വേദിയിലിരിക്കുന്ന എല്ലാ യൂണിയൻ ഭാരവാഹികളെയും സ്വാഗതം ചെയ്യുന്നു. ഇനി ഏറ്റവും പ്രധാനമായി എനിക്ക് ബാക്കി നിൽക്കുന്നത് എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങളെയാണ്. ഇതിന്റെ സുഗമമായ നടത്തിപ്പിനും ഇവിടെ എത്തിച്ചേർന്ന സമയത്തിന് തന്നെ ഇവിടെ എത്തിച്ചേർന്ന അധ്യാപക അനധ്യാപക വിദ്യാർത്ഥികളെയും മറ്റു സ്നേഹമുള്ള മറ്റുള്ളവരെയും ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ബാബു വിജയനാഥ്, എസ് എൻ കോളേജ് യൂണിയന്റെ 35ാമത് കോളേജ് യൂണിയൻ ഉദ്ഘാടനം ചെയ്യാനെത്തിയ AIR അസിസ്റ്റന്റ് ഡയറക്ടർ സതീഷ് ചന്ദ്രൻ, കോളേജ് യൂണിയന്റെ വയനാട് പ്രദേശം ഉദ്ഘാടനം ചെയ്യാനെത്തിയ രമേശ് നാരായണൻ, കണ്ണൂർ നഗരസഭാ ചെയർമാൻ പി ഭാസ്കരേട്ടൻ, വേദിയിലിരിക്കുന്ന ധ്രുവകുമാരൻ സർ, കാർത്തികേയൻ സർ, അതുപോലെ തന്നെ സ്റ്റാഫ് ടീച്ചർ മുസ്തഫ സർ, പഞ്ചായത്ത് സർ, അഭിമാനത്തെ കുറച്ചുകൊണ്ട് തന്നെയാണ് ആദ്യമായി കോളേജിന് പരിപാടി ഇനാഗ്രേഷൻ നടത്താൻ തീരുമാനിച്ചത്. നിർഭാഗ്യം എന്ന് പറയട്ടെ, മുമ്പേ പറഞ്ഞതുപോലെ മാറ്റിവെക്കേണ്ടി വന്ന സാഹചര്യത്തിൽ ഞാൻ നിങ്ങളോട് കൂടുതൽ കാര്യങ്ങൾ സംസാരിച്ച് സമയം കളയാതെ തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എസ് എൻ കോളേജ് യൂണിയൻ ആവിഷ്കരിച്ച പരിപാടികൾ മുഴുവൻ നടത്തിക്കൊണ്ടു പോകാനുള്ള സമയവും സൗകര്യവും ഇനി അങ്ങോട്ടുള്ള കോളേജ് കാലഘട്ടത്തിൽ, ഈ അധ്യയന വർഷ കാലഘട്ടത്തിൽ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം നവംബർ മാസം കഴിയാൻ പോകുന്നു. ഞാൻ ആഗ്രഹിക്കുകയാണ്. മറ്റ് കൂടുതൽ കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല. ഈ കോളേജിന്റെ ഉദ്ഘാടന കർമ്മങ്ങൾക്ക് വിശിഷ്ട വ്യക്തികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്ക് വേണ്ടി ഈ വേദി ഒഴിഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഈ പരിപാടി സുഗമമായി നടത്തിക്കൊണ്ടുപോകാനും പരിസമാപ്തി എത്തിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ വിദ്യാർത്ഥിനി സുഹൃത്തുക്കളും ഞങ്ങളോടൊത്ത് ഞാൻ ക്ഷണിക്കുന്നു.
ബഹുമാനപ്പെട്ട നഗരസഭ ചെയർമാൻ, പ്രിയപ്പെട്ട അധ്യാപകരെ, വിദ്യാർത്ഥികൾ, കോളേജ് യൂണിയൻ ഉദ്ഘാടനങ്ങൾക്ക് വിളിച്ച സാധാരണ പോകാത്ത ഒരു വ്യക്തിയാണ്. ഏതാണ്ട് 18 വർഷത്തോളം തിരുവനന്തപുരത്ത് ആകാശവാണിയിൽ ജോലി ചെയ്ത ശേഷമാണ് ഞാനിവിടെ കണ്ണൂരിലെത്തുന്നത്. തിരുവനന്തപുരത്ത് ആകാശവാണി നിലയത്തിൽ ഇരിക്കുമ്പോൾ സാധാരണ ഈ ഒക്ടോബർ മാസത്തിലാണ് കോളേജ് യൂണിയൻ ഉദ്ഘാടനത്തിന് വേണ്ടി വിശിഷ്ട വ്യക്തികളെന്നോ ഒരുപക്ഷെ വെള്ളിയാഴ്ചകളെന്നോ ഒക്കെ പറയാനുള്ള കക്ഷികൾ അന്വേഷിച്ച് ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് ജനം തിരക്കിലൂടെ കണ്ടെത്തുന്നു. അപ്പോൾ മിക്കവാറും ഒരു വരുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കുന്നതിനെ പോയപ്പോൾ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കാർ കൊണ്ടുവന്ന് വിളിച്ചുകൊണ്ടുപോയി. അന്നിവിടെ നിങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ നാമധേയത്തിൽ നിന്ന് 3 തവണ പറഞ്ഞതുപോലെ 3 അല്ല, ഒരു 300 തവണയെങ്കിലും പറഞ്ഞുകൊണ്ടായിരിക്കും ഞാൻ